ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സിഗ്നേച്ചർ ടെക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ടെക് വീഡിയോ ആണ്. ഇന്ന് നമ്മളൊരു മെഷീൻ ഗൺ ഉണ്ടാക്കാൻ പോവുകയാണ്. അതെ, റബ്ബർ ബാൻഡ് മെഷീൻ ഗൺ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചുമ്മാ ഇൻട്രോ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നമ്മൾക്ക് എത്രയും പെട്ടെന്ന് മേക്കിങ്ങിലോട്ട് കിടക്കാം. ഇതിനായി നമ്മൾക്ക് ആവശ്യമുള്ളത് ഒരു സ്കെയിലിൻ്റെ വീതിയുള്ള ഒരു മരത്തിൻ്റെ പീസ്, അതിനൊരു 40-50 സെൻറ്റിമീറ്റർ നീളം മതിയാവും. പിന്നെ അതേപോലുള്ള ചെറിയ 4 പീസുകളും പിന്നെ 3 കുഞ്ഞു കഷ്ണങ്ങളും. ഇത്രയും നമ്മൾക്ക് ആവശ്യമുള്ളൂ. ഈ ഓരോ മരക്കഷ്ണങ്ങൾക്കും കൃത്യമായിട്ട് അളവുകളൊന്നുമില്ല, നമ്മൾക്ക് ഇഷ്ടമുള്ള അളവിൽ എടുക്കാവുന്നതാണ്. ഇനി ആ വലിയ മരത്തിൻ്റെ പീസിൽ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലായിട്ട് ഒരു ലൈൻ വരയ്ക്കുക. ഇങ്ങനെ 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ലൈൻ വരച്ച ശേഷം ആ വരയിൽ ഓരോ സെൻറ്റിമീറ്ററും മാർക്ക് ചെയ്യുക. ഇനി ആ മാർക്കിങ്ങിലൂടെ മുകളിലോട്ട് വരച്ച് 1 സെൻറ്റിമീറ്റർ വീതിയുള്ള ഓരോ ബോക്സ് വരച്ചെടുക്കുക. ഇങ്ങനെ കുറച്ച് ബോക്സ് വരച്ച ശേഷം ആ ബോക്സിന് ക്രോസ് ആയി ഓരോ ലൈൻ വരയ്ക്കുക. അതായത് ബോക്സിന് ഡയഗണലായിട്ട് ഓരോ ലൈൻ വരയ്ക്കുക. ഇനി ആ മുകളിൽ കാണുന്ന ത്രികോണത്തിൽ ഷെയ്ഡ് ചെയ്യുക, കാരണം ആ ഭാഗമാണ് നമ്മൾക്ക് കട്ട് ചെയ്ത് കളയേണ്ടത്. ഇങ്ങനെ മുകളിലത്തെ ത്രികോണം ഷെയ്ഡ് ചെയ്തതിന് ശേഷം ഒരു ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ചുകൊണ്ട് ആ ഭാഗം മുറിച്ച് കളയുക. ഇങ്ങനെ വൃത്തിയായി മുറിച്ച് കളഞ്ഞാൽ ഇത് ഇങ്ങനെയുണ്ടാവും. കൂടാതെ ഞാനിതിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടെ ചെറുതായി ഒന്ന് മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആവശ്യം എന്താണെന്ന് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും. ഇനി ആ മരത്തിൻ്റെ ചെറിയ പീസുകൾ ഓരോന്നായി കണക്ട് ചെയ്യാം. കുറച്ച് നീളമുള്ള വലിയ പീസ് 2 ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കുക, ചെറിയ പീസ് 2 ബാക്കിൽ ഇങ്ങനെ വെക്കുക. ഇനി ഒരു ബുഷ് അല്ലെങ്കിൽ ഒരു പെപ്സിയുടെ അടപ്പായാലും മതി, അതിനെ ഇങ്ങനെ ഇടയിലായി കയറ്റി വയ്ക്കുക. ഇനി ആ 3 ചെറിയ പീസുകളും സപ്പോർട്ടിനായി ഈ വീഡിയോയിൽ കാണുന്ന പോലെ വയ്ക്കുക. ഇനി ഇതിനെയെല്ലാം ചെറിയ ആണി ഉപയോഗിച്ചുകൊണ്ട് ഫിറ്റ് ചെയ്യുക. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഉണ്ടാവും. ഫ്രണ്ട് ഭാഗത്ത് വെച്ചത് ഇങ്ങനെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന പോലെ ആയിരിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ റബ്ബർ ബാൻഡ് മെഷീൻ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഈ എൻഡിൽ ഫിക്സ് ചെയ്ത ഈ ഭാഗമാണ് നമ്മളുടെ ഹാൻഡിൽ, ഇതാണ് ട്രിഗർ. നമ്മൾക്കിതിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് നോക്കാം. ഇതിലെങ്ങനെയാണ് റബ്ബർ ബാൻഡ് ഫിറ്റ് ചെയ്യണമെന്നുള്ള കാര്യം കൂടെ പറഞ്ഞുതരാം. ആദ്യം റബ്ബർ ബാൻഡ് ഇവിടെ കണക്ട് ചെയ്തതിന് ശേഷം ഈ ട്രിഗറിന് മുകളിലൂടെ വലിച്ച് ഏറ്റവും ലാസ്റ്റ് ലോക്ക് ചെയ്യുക. ആദ്യം ഇടുന്ന റബ്ബർ ബാൻഡ് ഏറ്റവും ബാക്കിൽ വേണം ലോക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഇടുന്ന ഓരോ റബ്ബർ ബാൻഡും ഫ്രണ്ടിലോട്ട് ലോക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് കുറച്ച് റബ്ബർ ബാൻഡ് ലോക്ക് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇങ്ങനെ കുറച്ച് റബ്ബർ ബാൻഡ്സ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിനെ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മെഷീൻ ഗണ്ണിനെ എയിം ചെയ്ത് ഈ ട്രിഗറിനെ ബാക്കിലോട്ട് വലിക്കുക. ഓരോ തവണ വലിക്കും തോറും ഓരോരോ റബ്ബർ ബാൻഡായിട്ട് റിലീസ് ആവും. നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.